നമസ്കാരം. ഹിന്ദി മിത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ജിസ് ഗലി മേ മൈ രഹതാ ഹൂം എന്ന പാഠഭാഗത്തിന്റെ പ്രാരംഭ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെടുകയുണ്ടായി. അതിന്റെ തുടർന്നുള്ള ഭാഗം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കേണ്ടതാണ്. ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, जैसा कि आप लोग जानते हैं कि जिस गली में मैं रहता हूं नामक ये पाठभाग उर्दू एवं फारसी के मशहूर शायर मिर्शा गालिब की दस्तंबू नामक डायरी से लिया गया है. അപ്പോൾ ജിസ് ഗലി മേ മൈ രഹതാ ഹൂം എന്നുള്ള ഈ പാഠം ഉറുദു ഫാർസി ഭാഷകളിലെ വിഖ്യാത കവിയായ മിർഷ ഗാലിബിന്റെ ദസ്തംബു എന്നു പേരുള്ള ഡയറിയിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. ഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച 1857 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമത്തിന് ഇരയാകേണ്ടി വന്ന ഭാരതീയരുടെ, പ്രത്യേകിച്ചും ഡൽഹി നിവാസികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് മിർഷ ഗാലിബിന്റെ ഈ ഡയറിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇസ് ഡയറി में गालिब जी ने लिखा है कि अंग्रेजों के डर से दिल्ली वालों में भगदड़ मच गई. അപ്പോൾ ഈ ഡയറിയിൽ ഗാലിബ് ജി എഴുതിയിട്ടുണ്ട്, ഡൽഹി നിവാസികളൊക്കെയും ബ്രിട്ടീഷുകാരെ പേടിച്ച് പരക്കം പായുകയുണ്ടായി. കൈ ലോക अपनी अपनी जान बचाकर भाग निकले. അപ്പോൾ ധാരാളം ആളുകൾ अपनी अपनी जान बचाकर, അപ്പോൾ തങ്ങളുടെ പ്രാണരക്ഷാർത്ഥം ഭാഗ് നികലെ, ഡൽഹി വിട്ടു പോവുകയുണ്ടായി, അല്ലെങ്കിൽ പലായനം ചെയ്യുകയുണ്ടായി. जिस गली में गालिब जी रहते थे वहां के लोगों ने अंग्रेजों के डर से गली का एकमात्र दरवाजा भीतर से बंद कर दिया और वहां एक पत्थर रख दिया. അപ്പോ ഗാലിബ് ജി താമസിച്ചിരുന്ന ആ തെരുവിലെ നിവാസികളൊക്കെയും ബ്രിട്ടീഷുകാരെ പേടിച്ച് തങ്ങളുടെ തെരുവിലേക്കുള്ള ആ ഏക പ്രവേശന കവാടത്തെ ഉള്ളിൽ നിന്ന് അടയ്ക്കുകയും അതിനോട് ചേർന്ന്, അല്ലെങ്കിൽ ആ വാതിലിനോട് ചേർത്ത് एक पत्थर रख दिया, ഒരു വലിയ കല്ല് നീക്കി വയ്ക്കുകയും ചെയ്തു. लेकिन खाने पीने का सामान खत्म होने पर उन्हें गली का दरवाजा खोलकर बाहर पानी की तलाश में निकलना पड़ता है. അപ്പോൾ തങ്ങളുടെ പക്കലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയും തീർന്നപ്പോൾ തങ്ങളുടെ പ്രാണരക്ഷാർത്ഥം ആ തെരുവ് നിവാസികൾക്ക് തെരുവിന്റെ ആ വാതിൽ, തങ്ങൾ തന്നെ അടച്ചു വെച്ച ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ജലം അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വന്നു. लेकिन दूर दूर तक जाने पर भी उन्हें कड़वा और बदबूदार शोरे का पानी ही पीने के लिए मिलते हैं. എന്നാൽ വളരെ അകലങ്ങളിൽ ജലം അന്വേഷിച്ച് പോയിട്ട് പോലും അവർക്ക് ലഭ്യമായത് വളരെയധികം കയ്പുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ ഷോരേക്ക പാനി, വെടിയുപ്പ് കലർന്ന അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് കലർന്ന ജലമാണ് കുടിവെള്ളമായിട്ട് അവർക്ക് ലഭിച്ചത്. अंत में उस जहरीले पानी पीकर ही उन्हें अपना प्यास बुझाना पड़ता है. അവസാനം ആ വിഷമയമായ വെടിയുപ്പ് കലർന്ന ജലം കുടിച്ച് അവർക്ക് തങ്ങളുടെ ദാഹം ശമിപ്പിക്കേണ്ടതായിട്ട് വന്നു. ठीक है बच्चों, मिर्शा गालिब की डायरी के आगे के भाग की ओर देखिए. गालिब ജിയുടെ ഡയറിയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. असली मुसीबत 5 अक्टूबर 1857 को आई. അസ്ലി മുസീബത്ത്, ശരിക്കുള്ളൊരു ബുദ്ധിമുട്ട്. മുസീബത്ത് മേനെ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. അപ്പോൾ ശരിയായൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശരിയായൊരു കഷ്ടപ്പാട് 5 അക്ടോബർ 1857 को आई. 1857 ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ എന്താണ് അവർക്ക് നേരിടേണ്ടി വന്ന ആ പ്രതിസന്ധി? जब कुछ अंग्रेज मेरे घर में घुस आए. कुछ अंग्रेज, കുറച്ച് ബ്രിട്ടീഷുകാർ മേരെ ഘർ മേ ഘുസ് ആയി, എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് എന്താണ് അവർ ചെയ്തത്? ഉനോംനെ മേരെ സാത്ത് മേരെ ദോനോ ബച്ചോ. അപ്പോൾ അവിടെ എത്തിയ ആ പട്ടാളക്കാർ
മേരെ സാത്ത് മേരെ ദോനോ ബച്ചോ, എന്നോടൊപ്പം എൻ്റെ 2 കുട്ടികളെയും, और नौकरों के साथ ही, അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരോടൊപ്പം കുച്ച് പഡോസിയും കോഫി ഗിരഫ്താർ കർ ലിയ. കുച്ച് പഡോസിയും കോഫി, കുറച്ച് അയൽക്കാരെയും, ഗിരഫ്താർ കർ ലിയ, ഗിരഫ്താർ കർന അറസ്റ്റ് ചെയ്യുക, അയൽക്കാരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പൊ നോക്കുക, ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായി കുറച്ചു ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കുറച്ച് പട്ടാളക്കാർ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും എന്നെയും എൻ്റെ 2 മക്കളെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏതാനും ജോലിക്കാരെയും അതോടൊപ്പം കുറച്ച് അയൽവാസികളെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വഹാ സെ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ था. വഹാ സെ, അവിടെ നിന്ന്, കുച്ച് ദൂരി പർ, കുറച്ച് അകലെയായി, കേണൽ ബ്രൗൺ നാം കാ, കേണൽ ബ്രൗൺ എന്ന പേരിൽ, ഏക് അംഗ്രേസ് അഫ്സർ था, ഒരു ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. गिरफ्तार किए गए लोग, അപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെയൊക്കെയും ഏക് ഏക് കർ, ഓരോരുത്തരെയായി, ഉസ്കെ സാമ്നെ പേഷ് കിയേ ജാ രഹേ थे. ഉസ്കെ സാമ്നെ, അയാളുടെ മുന്നിലേക്ക്, അതായത് കേണൽ ബ്രൗണിന് മുന്നിലേക്ക്, പേഷ് കിയേ ജാ രഹേ थे, ഹാജരാക്കുകയായിരുന്നു. പേഷ് കർന, ഹാജരാക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ അയൽപക്കത്തു നിന്നും അറസ്റ്റ് ചെയ്ത ഓരോരുത്തരെയും കേണൽ ബ്രൗണിന് മുന്നിലേക്ക് ഹാജരാക്കുകയുണ്ടായി. ബ്രൗൺ കാ ചേഹര സുർഖ് ഥ. കേണൽ ബ്രൗണിന്റെ ചേഹര, ചേഹര മേനെ മുഖം, കേണൽ ബ്രൗണിന്റെ മുഖം സുർഖ് ഥ, സുർഖ് മേനെ ലാൽ രംഗ്, ചുമന്ന നിറം, വളരെയധികം ചുമന്നിട്ടായിരുന്നു. ആംഖേ ഫി ലാൽ ലാൽ ഥി, അദ്ദേഹത്തിന്റെ ആംഖേ ഫി, കണ്ണുകളും, ലാൽ ലാൽ ഥി, നന്നായി ചുമന്നിട്ടുണ്ടായിരുന്നു. ഉൻകി ഊഞ്ചായി, അദ്ദേഹത്തിന്റെ ഉയരം, 6 ഫുട്ട് സേ ഫി സ്യാദാ ഥി, 6 അടിയിലധികം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചുമന്ന മുഖമുള്ള, അതുപോലെ ചുമന്ന കണ്ണുകളുള്ള, 6 അടിയിലധികം ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു കേണൽ ബ്രൗൺ. ഉസ്നെ മുജ്സെ പൂച്ച, അപ്പോൾ എന്നെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഹാജരാക്കിയ സമയത്ത്, ഉസ്നെ മുജ്സെ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ആപ് ക്യാ കർ രഹേ ഹെ, താങ്കൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് താങ്കളുടെ ജോലി? മേനെ കഹ, ഞാൻ മറുപടി പറഞ്ഞു, ഉറുദു മേ കവിത ലിഖ്താ ഹൂ, ഞാൻ ഉറുദു ഭാഷയിൽ കവിത എഴുതുന്നയാളാണ്. അപ്പോൾ എന്താണ് കേണൽ ബ്രൗൺ പറഞ്ഞത്? തും പോയറ്റ് ഹോ, അപ്പോൾ നിങ്ങളൊരു കവിയാണല്ലേ? പോയറ്റ് മേനെ കവി. ഉസ്നെ കഹ, അദ്ദേഹം പറഞ്ഞു, മേനെ സിർ ഹിലാക്കർ ഹാമി ഭരി, ഞാൻ സിർ ഹിലാക്ക്, തലകുലുക്കി, ഹാമി ഭരി, ഹാമി ഭർന സമ്മതിക്കുക, ഞാൻ തലകുലുക്കി സമ്മതിച്ചു, ഹാ അതെ ഞാനൊരു കവിയാണ് എന്ന്. മേരെ ജവാബ് സെ, ജവാബ് മേനെ റിപ്ലൈ, എൻ്റെ ആ മറുപടി കേട്ടിട്ട്, അപ്പൊ ഞാനൊരു കവിയാണ് എന്ന് സമ്മതിച്ചപ്പോൾ, ബ്രൗൺ കു ഖുഷി ഹുയി, കേണൽ ബ്രൗണിന് വളരെയധികം സന്തോഷമായി. ഉസ്നെ അപ്നെ സിപാഹിയോं को हुक्म दिया, ഉടനെ തന്നെ അദ്ദേഹം അപ്നെ സിപാഹിയോं को, തൻ്റെ സൈനികർക്ക് അല്ലെങ്കിൽ പട്ടാളക്കാർക്ക്, ഹുക്മ ദിയ, ഹുക്മ മേനെ ആജ്ഞ, ഓർഡർ. അപ്പോൾ തൻ്റെ പട്ടാളക്കാർക്ക് ഹുക്മ ദിയ, അദ്ദേഹം ആജ്ഞ നൽകി. എന്ത് ആജ്ഞയാണ് നൽകിയത്? ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോടാവോ, ഇൻകോ, ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ മനുഷ്യനെ, ഇസ്സത്ത് കെ സാത്ത്, ഇസ്സത്ത് മേനെ ആദരവ്, എല്ലാവിധ ആദരവോടും കൂടി അല്ലെങ്കിൽ ബഹുമാനത്തോടും കൂടി, ഘർ വാപ്പസ് ചോടാവോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരികെ കൊണ്ടുപോയി വിട്ടിട്ട് വരൂ എന്ന് ആജ്ഞ നൽകുകയും ചെയ്തു. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഗാലിബിന് മാത്രമാണ് വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു പെർമിഷൻ കിട്ടിയത്. എന്നാൽ അദ്ദേഹം സ്വയം രക്ഷപ്പെടുവാൻ അവിടെ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം എന്താണ് കേണൽ ബ്രൗണിനോട് പറഞ്ഞത്? മേനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയ, ഞാൻ കേണൽ ബ്രൗണിനോട് നിവേദൻ കിയ, അപേക്ഷിച്ചു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തു. എന്താണ്? കി മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗിയെ പഡോസി, മേരെ സാത്ത് എന്നോടൊപ്പം, ഗിരഫ്താർ കിയേ ഗിയെ പഡോസി, ഗിരഫ്താർ കിയേ ഗിയെ അറസ്റ്റ് ചെയ്യപ്പെട്ട, പഡോസി എൻ്റെ അയൽക്കാരൊക്കെയും, ബേത് സീധേ സാധേ ലൂഹെ, വളരെയധികം സീധേ സാധേ ലൂഹെ നിഷ്കളങ്കരായ മനുഷ്യരാണ്. ഉനേഫി റിഹാക്കർ ദിയാജായ്, അവരെയും റിഹാക്കർന മോചിപ്പിക്കുക,
അവരെയും കൂടെ മോചിപ്പിച്ചാലും ഏ ലോഗ് ഫി കവിത കർത്തേ ഹെ മേനെ കഹ. ഏ ലോഗ് ഫി, ഈ മനുഷ്യരും കവിത കർത്തേ ഹെ, കവിത എഴുതുന്നവരാണ്, ഇവരും കവികളാണ്. മേനെ കഹ, ഞാൻ പറഞ്ഞു. ഇപ്പൊ നോക്കുക, ഇവിടെ മിർഷ ഗാലിബ് കേണൽ ബ്രൗണിനോട് എന്താണ് റിക്വസ്റ്റ് ചെയ്തത്? എന്നോടൊപ്പം അറസ്റ്റ് ചെയ്ത എൻ്റെ ഈ അയൽവാസികളും വളരെയധികം നിഷ്കളങ്കരായ മനുഷ്യരാണ്, അങ്ങ് അവരെയും കൂടെ ഒന്ന് മോചിപ്പിക്കണം, കാരണം അവരും കവിത എഴുതുന്നവരാണ് അല്ലെങ്കിൽ കവികളാണ് എന്ന് അദ്ദേഹം കേണൽ ബ്രൗണിനെ ബോധ്യപ്പെടുത്തുകയാണ്. കേണലിനെ ഉൻകോഫി ഘർ ജാനെ കി ഇജാസത്ത് ദേരി. കേണൽ ബ്രൗൺ ഉൻകോഫി, അവരെയും, അതായത് മിർഷ ഗാലിബിന്റെ അയൽവാസികളെയും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റു ആൾക്കാരെയും ഘർ ജാനെ കി ഇജാസത്ത് ദേരി. ഇജാസത്ത് മേനെ അനുമതി. അപ്പൊ അവർക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഇജാസത്ത് ദേരി, അനുമതി നൽകി. ഇസ് തര കവിതാ കെ കാരണം ഉസ് रोज करीब 50 ആദ്മിയോं की जानें बच गई. ഇസ് തര, ഇപ്രകാരം, കവിതാ കെ കാരണം, കവിത എഴുതുന്നു എന്ന ആ ഒരു കാരണത്താൽ അല്ലെങ്കിൽ കവികളാണ് എന്ന് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഉസ് रोज करीब 50 ആദ്മിയോं की, ആ ദിവസം കരീബ്, ഏതാണ്ട് 50 ആദ്മിയോं की, 50ഓളം മനുഷ്യരുടെ ജാനേം ബച്ച് ഗയി, ജീവൻ രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരും കവികളാണ് എന്ന് കേണൽ ബ്രൗണിനെ ബോധ്യപ്പെടുത്തി മിർഷ ഗാലിബിന് ആ 50ഓളം ആളുകളെ അന്ന് രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞു. देखिए, यहाँ मिर्शा गालिब अपनी डायरी में കേണൽ ബ്രൗൺ കെ രൂപി की कौन कौन सी विशेषताएं लिखी है. അപ്പോൾ ഇവിടെ മിർഷ ഗാലിബ് തന്റെ ഈ ഡയറിയിൽ കേണൽ ബ്രൗണിന്റെ രൂപത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്? കേണൽ ബ്രൗൺ കാ ചേഹര സുർഖ് ഥ. അപ്പൊ കേണൽ ബ്രൗണിന്റെ മുഖം നന്നായി ചുമന്നിട്ടുണ്ടായിരുന്നു. ആംഖേം ഫി ലാൽ ലാൽ ജി, അദ്ദേഹത്തിന്റെ കണ്ണുകളും നല്ല ചുമപ്പ് നിറമായിരുന്നു. ഉൻകി ഊഞ്ചായി 6 ഫുട്ട് സേ ഫി സ്യാദാ ഥി. അപ്പൊ അദ്ദേഹത്തിന്റെ ഉയരം 6 ഫുട്ട് സേ ഫി സ്യാദാ ഥി, 6 അടിയിലധികം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രകാരമാണ് തന്റെ ഡയറിയിൽ അദ്ദേഹം കേണൽ ബ്രൗണിനെ കുറിച്ച് അല്ലെങ്കിൽ കേണൽ ബ്രൗണിന്റെ രൂപത്തെക്കുറിച്ച് सूचिപ്പിച്ചിട്ടുള്ളത്. देखिए, यहाँ आपकी पाठ्यपुस्तिका में प्रसंगानुकूल एक सवाल दिया है कि, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ആ പാഠഭാഗത്തോടനുബന്ധിച്ച് തന്നെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോടാവോ. ഇവരെയൊക്കെയും ഇസ്സത്ത് കെ സാത്ത്, വളരെയധികം ആദരവോടുകൂടി ഘർ വാപ്പസ് ചോടാവോ, വീട്ടിൽ തിരികെ കൊണ്ടാക്കി വരൂ എന്ന് കേണൽ ബ്രൗൺ ആജ്ഞാപിക്കുന്നുണ്ട് തന്റെ സേവകരോട്. ബ്രൗൺ കെ സ്വഭാവിക്ക് കോൺ സി വിശേഷത യഹാ പ്രകട് ഹോത്തി ഹെ. കേണൽ ബ്രൗണിന്റെ സ്വഭാവത്തിലെ എന്തു സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? ഇതാണ് ആ ചോദ്യം. യഹാ ഹമേ മാലൂം ഹോത്താ ഹെ कि കേണൽ ബ്രൗൺ एक क्रूर अफसर होने पर भी कवियों एवं साहित्यकारों का प्यार और आदर करने वाला व्यक्ति था. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേണൽ ബ്രൗൺ एक क्रूर अफसर होने पर भी, വളരെയധികം ക്രൂരനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നിട്ട് കൂടി കവിയോ और സാഹിത്യകാരോं का, കവികളെയും സാഹിത്യകാരന്മാരെയും प्यार और आदर करने वाला व्यक्ति था, സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. इसलिए उसने गालिब और उनके मित्रों को छोड़ने का निश्चय किया. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗാലിബിന്റെ സുഹൃത്തുക്കളെയും छोड़ने का निश्चय किया, വെറുതെ വിട്ടയക്കുന്നതിന് തീരുമാനിക്കുന്നു. ഗാലിബ് की डायरी के आगे के भाग की ओर ध्यान दीजिए. ഗാലിബ് ജിയുടെ ഡയറിയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. हम गेली वालों ने तो किसी तरह अपने प्राण बचा लिए. हम गेली वालों ने तो, ഞങ്ങൾ ആ തെരുവിൽ താമസിച്ചിരുന്നവരൊക്കെയും കിസി തര, ഒരു വിധത്തിൽ, അപ്പിന്നെ പ്രാൺ ബച്ചാലിയെ, തങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുണ്ടായി. അപ്പോൾ കേണൽ ബ്രൗണിന് മുന്നിൽ എത്തപ്പെട്ടപ്പോൾ കവികളാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഒരു വിധത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. മഗർ മേ ഉൻ ഹസാരോം അഭാഗെ ദില്ലി വാലോം കെ ബാരെ മേ ക്യാ കഹൂ. മഗർ, എന്നാൽ, മേ ഉൻ ഹസാരോ, ഞാൻ ആ ആയിരക്കണക്കിന് അഭാഗെ, നിസ്സഹായരായ, ദില്ലി വാലോം കെ ബാരെ മേ ക്യാ കഹൂ, ഡൽഹി നിവാസികളെ കുറിച്ച് എന്ത് പറയാനാണ്? അപ്പോൾ ഇവിടെ എപ്രകാരമുള്ള ഡൽഹി നിവാസികളെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്? ജോ ഹവാല और कैद खाने में बंद कर दिए गए थे,
ഹവാലാത്ത്, ഹവാലാത്ത് മേനെ തടവ് അല്ലെങ്കിൽ കസ്റ്റഡി, കസ്റ്റഡിയിലും അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലും, ഓർ കേദ് ഖാനേമേ, കേദ് ഖാന മേനെ ജയിൽ അല്ലെങ്കിൽ തടവറ, അപ്പോൾ ജയിലിലും ബന്ദ് കർ ദിയേ ഗയേ ഥേ, അടയ്ക്കപ്പെട്ട നിസ്സഹായരായ ആയിരക്കണക്കിന് ഡൽഹി നിവാസികളെ കുറിച്ച് ക്യാ കഹൂം, എന്ത് പറയാനാണ്, അവരെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്നാണ് ഇവിടെ മിർഷാദ് ഗാലിബ് പറയുന്നത്. കാരണം അത്രയ്ക്ക് പരിതാപകരമായിരുന്നു അവരുടെ അവസ്ഥ. ജയിൽ ഷഹർ സെ ബാഹിർ ഥി, അപ്പൊ ഇവിടെ തടവറ ഷഹർ സെ ബാഹിർ ഥി, ഡൽഹി പട്ടണത്തിന് പുറത്തായിരുന്നു. ഓർ ഹവാലാത്ത്, എന്നാൽ പോലീസ് കസ്റ്റഡി അല്ലെങ്കിൽ പോലീസ് ലോക്കപ്പ് ദില്ലി കെ ഭീതർ, ഡൽഹിക്കുള്ളിലുമായിരുന്നു. ഇൻ ദോനോ ഹി ജഗഹോമേ, ഈ രണ്ടു സ്ഥലങ്ങളിലും, അതായത് ഡൽഹിക്കുള്ളിലുള്ള പോലീസ് ലോക്കപ്പുകളിലും അതുപോലെ തന്നെ ഡൽഹിക്ക് പുറത്തുള്ള ജയിലുകളിലും ബേശുമാർ ബേഗുനാഹോങ്കു, ബേശുമാർ, ബേശുമാർ മേനെ അസംഖ്യം, ധാരാളം, ബേഗുനാഹോങ്കു, ബേഗുനാഹ് മേനെ നിരപരാധി, അപ്പോ ധാരാളം നിരപരാധികളെ ഢൂസ് ഢൂസ് കർ ഭാർ ദിയാ ഗയാ ഥ, ഢൂസ് ഢൂസ് കർ പറഞ്ഞ തിക്കി നിറയ്ക്കുക, വളരെയധികം തിക്കി നിറച്ച അവസ്ഥയിലായിരുന്നു. അത് എപ്രകാരം എന്നുള്ളതാണ് അദ്ദേഹം അടുത്ത് പറയുന്നത്. എങ്ങനെയാണ് അവരെ അവിടെ നിറച്ചു വെച്ചിരുന്നത്? ഈസ് കഥർ ഭർ ദിയാ ഗയ, കഥർ മേനെ അളവ്, ഈസ് കഥർ ഭർ ദിയാ ഗയ, ഏതാണ്ട് ഈ ഒരു അളവിലാണ് നിറയ്ക്കപ്പെട്ടിരുന്നത്. കി ലഗ്താ ഥാ ആദ്മി കെ ഭീതർ ആദ്മി ജമായ ജാ രഹാ ഹോ, അപ്പൊ ആ ജയിലറകളിൽ ആളുകളെ നിറച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും ആദ്മി കെ ഭീതർ ആദ്മി, മനുഷ്യരുടെ ഉള്ളിൽ മനുഷ്യരെ ജമായ ജാ രഹാ ഹോ, ജമാന നിറയ്ക്കുക, ടു ബി ഫിൽഡ്, ആളുകളുടെ ഉള്ളിൽ ആളുകളെ നിറച്ചു വച്ചിരിക്കുന്നതായിട്ട്. അപ്പോൾ ശരിക്കും ഒരു 10 ആൾക്കാർക്ക് മാക്സിമം നിൽക്കാൻ പറ്റുന്ന ഒരു സെല്ലിനുള്ളിലേക്ക് 20ഉം 25ഉം ആളുകളെ കുത്തി നിറച്ചു വച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ. സാസ് ലേനെ മേഫി ദിഖത് ഹോ രഹി ഥി, സാസ് ലേനെ മേഫി, ശ്വാസമെടുക്കുന്നതിന് പോലും ദിഖത് ഹോ രഹി ഥി, ദിഖത് ബുദ്ധിമുട്ട്, വല്ലാത്ത ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ആളുകൾക്ക് നേരാവണ്ണം ശ്വസിക്കുന്നതിന് പോലും ആ തടവറയ്ക്കുള്ളിൽ കഴിഞ്ഞിരുന്നില്ല. ഇൻ ദോനോ ഹി കേദ് ഖാനോ കെ ബന്ദിയോം കോ, ഇൻ ദോനോ ഹി കേദ് ഖാനോ കെ, ഈ രണ്ടിടത്തെയും ജയിലറകളിലെ, അതായത് ഡൽഹിക്കുള്ളിലുള്ള പോലീസ് ലോക്കപ്പുകളിലും അതുപോലെ തന്നെ ഡൽഹിക്ക് പുറത്തുള്ള ജയിലറകളിലെയും ബന്ദിയോം കോ, തടവുകാരെ ബാദ് മേ ഫാസി ദേ ദീ ഗയി, പിന്നീട് ഫാസി ദേ ദീ ഗയി, തൂക്കിലേറ്റുകയും ഉണ്ടായി. ഫാസി ദേന തൂക്കിലേറ്റുക, അപ്പൊ ഇവരെ എല്ലാം തൂക്കിക്കൊല്ലുകയും ചെയ്തു. നഹി മാലൂം കിത്നെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയി, നഹി മാലൂം അറിയില്ല, കിത്നെ ലാഖ് ലോഗ് എത്ര ലക്ഷം ആളുകളാണ് മാർ ഡാലേ ഗയി വധിക്കപ്പെട്ടത് എന്ന്. അപ്പോൾ ഡൽഹിയിലും മറ്റിടങ്ങളിലുമായിട്ട് എത്രമാത്രം ആളുകളാണ് വധിക്കപ്പെട്ടതെന്ന് അറിയില്ല. അത്രമാത്രം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയുണ്ടായി. ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോങ്കെ, ദില്ലി മേ അബ്, അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ കുച്ച് ഹി ഹസാർ ലോഗ്, ഏതാനും ആയിരം ആളുകൾ, അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ആ ഡൽഹിയിൽ ആയിരങ്ങൾ മാത്രമേ ബച്ചേ ഹോങ്കെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സബ് അംഗ്രേസോം കെ ഗുസ്സേ കാ ശിക്കാർ ഹോഗേ, ബാക്കി സബ്, ബാക്കി എല്ലാ പേരും അംഗ്രേസോം കെ ഗുസ്സേ കാ, ബ്രിട്ടീഷുകാരുടെ ക്രോധത്തിന് ശിക്കാർ ഹോഗേ, ഇരയായി തീർന്നു. ബച്ചേ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗ്യേ, ബച്ചേ, അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് സിർഫ് വേ, കേവലം കുറച്ചാൾക്കാർക്ക് മാത്രമാണ്. എങ്ങനെയുള്ളവർക്കാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? ജോ ദില്ലി സെ ഭാഗ്യേ, ഡൽഹി വിട്ട് പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. വേ ലോഗ് ഖുശ് കിസ്മത് ഥേ, അപ്പൊ ആ ആളുകൾ, അതായത് ഡൽഹി വിട്ട് പലായനം ചെയ്തു പോയ ആ ആളുകൾ ഖുശ് കിസ്മത് ഥേ, ഭാഗ്യവാന്മാരായിരുന്നു. ഖുശ് കിസ്മത് മേനെ ഭാഗ്യവാൻ, അപ്പോൾ ഡൽഹി വിട്ട് നേരത്തെ തന്നെ പലായനം ചെയ്ത ആ മനുഷ്യർ മാത്രമാണ് ഭാഗ്യവാന്മാരായിരുന്നത്. വർണ്ണ, അല്ലെങ്കിൽ ഉനേഫി ഫാസി ദേ ദീ ജാതി, അവരെയും തൂക്കിലേറ്റുമായിരുന്നു. ദില്ലി മേ രഹനാഹി ഉൻ ദിനോ മനോ അപരാധ ഹോ ഗയാ ഥാ, ദില്ലി മേ രഹനാഹി, ഡൽഹിയിൽ താമസിക്കുന്നത് തന്നെ ഉൻ ദിനോ, ആ കാലഘട്ടത്ത് മനോ അപരാധ ഹോ ഗയാ ഥാ, വലിയ കുറ്റമായിട്ട് കരുതപ്പെട്ടിരുന്നു. അപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്നത് ഏറെ കുറ്റകരമായിട്ട് അക്കാലത്ത് കരുതിയിരുന്നു. देखिए यहाँ दिल्ली के भीतर और बाहर के कैद खानों की हालत कैसी थी. ഇവിടെ
ഡൽഹിയുടെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തുമായുള്ള ഖേദ്ഖാനോം കി ജയിലറകളുടെ ഹാലത് കി സ്ഥിതി അവസ്ഥ എപ്രകാരമായിരുന്നു? എപ്രകാരമാണ് അവിടെ തടവുകാരെ പാർപ്പിച്ചിരുന്നത്? ഖേദ്ഖാനോം में बेशुमार बेगुनाहों को ढूंस ढूंस कर भर दिया गया था. അപ്പോ ഡൽഹിക്കകത്തും പുറത്തുമായുള്ള ആ തടവറകളിലൊക്കെയും ബേശുമാർ ബേഗുനാഹോങ്കു അസംഖ്യം നിരപരാധികളെ ढूंस ढूंस कर भर दिया गया था. തിക്കി നിറച്ച അവസ്ഥയിലായിരുന്നു. लोगों को सांस लेने में भी दिक्कत हो रही थी. ആ തടവറയ്ക്കുള്ളിൽ പാർപ്പിച്ചിരുന്ന ആളുകൾക്ക് സാസ് ലേനെ മേ ഫി ദിഖത് ഹോ രഹി थी. ശ്വാസം എടുക്കുന്നതിന് പോലും വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അത്രമാത്രം ആൾക്കാരെ അതിനുള്ളിലേക്ക് തിക്കി നിറച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ ഖേദ്ഖാനോ മേ ഹി ഹസാരോം ലോഗോം കി മൃത്യു ഹോ ഗയി थी. അതുകൊണ്ട് തന്നെ ആ തടവറയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് മരണം സംഭവിച്ചിരുന്നു. ഡയറിക്ക് ആഗേക്ക് ഭാഗി ഓർ ധ്യാൻ ദീജിയെ. ഡയറിയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. मेरी पहचान का भिस्ती था चिराग अली. मेरी पहचान का എനിക്ക് അറിയാവുന്ന, എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഭിസ്തി ഥ. ഭിസ്തി മേനെ വെള്ളം ചുമക്കുന്നവൻ. അപ്പോൾ വെള്ളം ചുമക്കുന്ന ജോലി ചെയ്യുന്ന എനിക്ക് ഏറെ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ചിരാഗ് അലി. ബേർ സീധ ആദ്മി, വളരെയധികം നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ. റോസ് സുഭാഷ് ശ്യാം, റോസ് എല്ലാ ദിവസവും, സുഭാഷ് ശ്യാം രാവിലെയും വൈകുന്നേരവും, നഹർ കാ പാനി അപ്നി മഷ്ക് മേ ഭർത്ത, അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? നഹർ കാ പാനി, തൊട്ടടുത്തുള്ള തോട്ടിലെ ജലം, അപ്നി മഷ്ക് മേ ഭർത്ത, തൻ്റെ കൈവശമുള്ള മഷ്ക്, മഷ്ക് മേനെ വെള്ളമെടുക്കാനുള്ള തുകൽ സഞ്ചി. അപ്പോൾ ആ ചിരാഗ് അലി തൊട്ടടുത്തുള്ള നഹർ കാ പാനി, തോട്ടിലെ വെള്ളം, അപ്നി മഷ്ക് മേ ഭർത്ത, തൻ്റെ പക്കലുള്ള ആ തുകൽ സഞ്ചിയിൽ നിറയ്ക്കുകയും അവർ അല്ലാഹ്ക്ക് ഗുൺ ഗാത്താ ഹുവ, എന്നിട്ട് അല്ലാഹുവിൻ്റെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വര സ്തുതികൾ പാടിക്കൊണ്ട് സടക്കും കോ സീഞ്ചാ കർത്ത, അവിടുത്തെ റോഡുകളൊക്കെയും സീഞ്ചാ കർത്ത, നനയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നിർദോഷിയായ ഒരു മനുഷ്യനായിരുന്നു. ഖാനെ കേലിയെ ജോഫി രുഖി സൂഖി മിൽ ജാതി, ഖാനെ കേലിയെ ഭക്ഷിക്കുന്നതിന് ജോഫി രുഖി സൂഖി മിൽ ജാതി. രുഖി സൂഖി മേനെ ഉണങ്ങി വരണ്ടവ, ഉണങ്ങി വരണ്ടവ അതായത് വല്ല റൊട്ടിയോ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഉസിക്കോ ഗലേസെ നീച്ചെ ഉധ, അതിനെ തൻ്റെ തൊണ്ടയിലൂടെ താഴേക്ക് എത്തിച്ച്, അതായത് അതിനെ ഭക്ഷിച്ച് അപ്പിനേമേ മഗ്ന രഹിത, മഗ്നമേനെ മുഴുകുക, അപ്പിനേമേ മഗ്ന രഹിത, അപ്പൊ തന്നിൽ തന്നെ മുഴുകി അല്ലെങ്കിൽ സ്വയം തൻ്റെതായ ഒരു ലോകത്ത് അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു മനുഷ്യനായിരുന്നു ചിരാഗ് അലി. ഏക് ദ്യൂസ്, ഒരു ദിവസം പതിവ് പോലെ ദില്ലി കെ ബഡേ ഹാക്കിം, ഡൽഹിയിലെ ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനായ ഹഡ്സൺ സാബ്, ജബ് സഡക് സെ അപ്നെ ഘോഡെ പർ, സഡക് സെ റോഡിലൂടെ, അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ, തൻ്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് നിഗൽ രഹേത്തെ പോവുകയായിരുന്നു. ചിരാഗ് അലി സഡക് സീഞ്ച് രഹാഥ, പാവം ചിരാഗ് അലി സഡക് സീഞ്ച് രഹാഥ, പതിവ് പോലെ റോഡ് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താൻ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തുകൽ സഞ്ചിയിൽ ജലം നിറച്ചു കൊണ്ടുവന്ന് ആ റോഡ് നനയ്ക്കുന്ന ജോലിയിൽ അദ്ദേഹം മുഴുകിയിരിക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാബ് കോ സലാം നഹീ കിയ, അതുകൊണ്ട് തന്നെ അപ്പോൾ തൻ്റെ ജോലിയിൽ മുഴുകിയിരുന്ന ചിരാഗ് അലി ഹഡ്സൺ സാബ് കോ, ഹഡ്സൺ സാബിനെ സലാം നഹീ കിയ, അഭിവാദ്യം അർപ്പിച്ചില്ല. ഈശ്വർ കെ ഗുൺ ഗാത്താ രഹ, ഈശ്വര സ്തുതികൾ ആലപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്ക് അഭിവാദ്യം അർപ്പിക്കാത്ത ചിരാഗ് അലിയുടെ ആ ഒരു പെരുമാറ്റം കണ്ടിട്ട് ഹഡ്സൺ സാബ് ജോ ഗുസ്സ ആയ, ഹഡ്സൺ സാബിന് വല്ലാത്ത ദേഷ്യം ഉണ്ടാവുകയും അതിന്റെ പരിണിത ഫലമായിട്ട് ഉനോനെ അപ്പനി തൽവാർ സെ, അദ്ദേഹം തന്റെ തൽവാർ സെ, തൽവാർ മേനെ വാൾ, തന്റെ വാൾ കൊണ്ട് അഭാഗെ ചിരാഗ് അലിക്ക, ആ പാവം ചിരാഗ് അലിയുടെ പേട് ചീർ ഡാല, പേട് മേനെ വയർ, സ്റ്റൊമക്, അദ്ദേഹത്തിന്റെ വയർ ചീർ ഡാല, കുത്തിക്കീറുകയും और उसकी लाश, അദ്ദേഹത്തിന്റെ ശവശരീരത്തെ ദില്ലി ദർവാസെ പർ ഡാങ് ദി, ഡൽഹിയിലെ ദർവാസെ പർ, ദർവാസ മേനെ വാതിൽ, ദില്ലി കെ ദർവാസെ പർ, ഡൽഹിയിലെ വാതിലിൽ അല്ലെങ്കിൽ ഡൽഹിയിലെ ആ കവാടത്തിൽ ഢാങ് ദി, തൂക്കിയിടുകയും ചെയ്തു. ഢാങ്കിന തൂക്കുക. അപ്പൊ നോക്കുക, തനിക്ക് അഭിവാദ്യം അർപ്പിക്കാത്തതിൽ വല്ലാതെ കോപിഷ്ഠനായ ഹഡ്സൺ സാബ്
ആ പാവം ചിരാഗലിയുടെ വയർ കുത്തിക്കീറി അദ്ദേഹത്തെ വധിക്കുകയും അദ്ദേഹത്തിന്റെ ശവശരീരത്തെ ഡൽഹിയിലെ ആ പ്രവേശന കവാടത്തിൽ തൂക്കിയിടുകയും ചെയ്തു. ഇനിയും ഹഡ്സൺ സാബിനെ, ഈ ഹഡ്സൺ സാബ് തന്നെ ബാദ്ഷാ ബഹാദുർ ഷാ ജഫർക്ക്, ഡൽഹി ചക്രവർത്തിയായിരുന്ന ബഹാദുർ ഷാ ജഫറിന്റെ ദോനോം ബേട്ടോ, രണ്ട് പുത്രന്മാർ, ഷാഖ്സാദ ഫസൽ और മിർഷ അബൂബക്കർക്കോ, ഷാഖ്സാദ മേനെ രാജകുമാരൻ, രാജകുമാരന്മാരായ ഫസൽ और മിർഷ അബൂബക്കർ കാഫി, ഫസലിനെയും മിർഷ അബൂബക്കറിനെയും ഖൂൻകർ വധിച്ചിട്ട് ഉൻകെ സിർ, അവരുടെ ശിരസുകൾ ദില്ലി ദർവാസെ പർ ലട്കാ ദിയേ थे, ഡൽഹിയിലെ വാതിലിൽ കൊണ്ടുവന്ന് തൂക്കിയിടുകയും ചെയ്തു, അല്ലെങ്കിൽ ഡൽഹിയിലെ ആ പ്രവേശന കവാടത്തിൽ കൊണ്ടുവന്ന് തൂക്കിയിടുകയുണ്ടായി. ഹഡ്സൺ ഗോ ഹിന്ദുസ്ഥാനിയും കാ ഖൂൻ കർണേമേ, അപ്പൊ ഹഡ്സൺ എന്നു പേരുള്ള ആ ബ്രിട്ടീഷുകാരനായ പട്ടാള ഉദ്യോഗസ്ഥന് ഹിന്ദുസ്ഥാനിയും കാ ഖൂൻ കർണേമേ, ഭാരതീയരെ ഖൂൻ കർണേമേ വധിക്കുന്നതിൽ ബെഡ മസ്സ ആത്താത്ത, വല്ലാത്ത ആനന്ദം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാരതീയരെ വധിക്കുവാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. देखिए बच्चों, ഭിസ്തി ചിരാഗലി കേസ ആദ്മി ഥ. ഇവിടെ വെള്ളം ചുമക്കുന്ന തൊഴിലേർപ്പെട്ടിരുന്ന ചിരാഗലി എന്നു പേരുള്ള ആ മനുഷ്യൻ കേസ ആദ്മി ഥ, എപ്രകാരമുള്ള വ്യക്തിയായിരുന്നു? ചിരാഗലി ബഹത് സീധ ആദ്മി ഥ, വളരെയധികം നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യനായിരുന്നു. ലേക്കിൻ ഹഡ്സൺ സാബിനെ ചിരാഗലിക്കോ ക്യോ മാർ ഡാല, എന്നാൽ ഡൽഹിയിലെ പട്ടാള ഉദ്യോഗസ്ഥനായ ഹഡ്സൺ ചിരാഗലിയെ വധിക്കുവാനുള്ള കാരണം എന്താണ്? एक दिन ഹഡ്സൺ സാബ് ഘോഡെ പർ സവാൽ ഹോക്കർ നികൽ രഹേ थे. അപ്പോൾ ഒരു ദിവസം പതിവ് പോലെ ഹഡ്സൺ സാബ് തന്റെ കുതിരപ്പുറത്ത് സവാർ ഹോക്കർ നികൽ രഹേ थे, യാത്ര ചെയ്തു പോവുകയായിരുന്നു. ആ സമയത്ത് ചിരാഗലി സഡക് സീഞ്ച് രഹാ ഥ, ചിരാഗലി പതിവ് പോലെ വെള്ളം കൊണ്ടുവന്ന് റോഡ് നനയ്ക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാബ് കോ സലാം നഹീ കിയ, അപ്പൊ പാവം ചിരാഗലി തന്റെ ജോലിയിൽ മുഴുകിയിരുന്നത് കൊണ്ട് തന്നെ ഹഡ്സൺ സാബ് കോ സലാം നഹീ കിയ, ഹഡ്സൺ സാബിന് അഭിവാദ്യം അർപ്പിച്ചില്ല. ഈശ്വർ കാ ഗുൺ ഗാത്താ രഹ, അദ്ദേഹം ഈശ്വര സ്തുതികൾ ആലപിച്ചുകൊണ്ട് തന്റെ ആ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഇസ് പർ ക്രുത് ഹോക്കർ ഹഡ്സൺ സാബിനെ ചിരാഗലി കോ മാർ ഡാല, അപ്പോൾ ഈ പ്രവൃത്തിയിൽ ക്രുത് ഹോക്കർ, വളരെയധികം കോപിഷ്ഠനായിട്ട്, അപ്പൊ തന്നെ അഭിവാദ്യം അർപ്പിക്കാതെ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ചിരാഗലിയുടെ ആ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ കോപിഷ്ഠനായിട്ട് ഹഡ്സൺ സാബ് എന്തു ചെയ്തു? ചിരാഗലി കോ മാർ ഡാല, ചിരാഗലിയെ വധിക്കുകയുണ്ടായി. देखिए यहाँ बादशाह बहादुर शाह जफर के दोनों बेटों का खून किसने किया था? ഇവിടെ ചക്രവർത്തിയായ ബഹാദുർ ഷാ ജഫറിന്റെ രണ്ട് പുത്രന്മാരെ, ആ രണ്ട് രാജകുമാരന്മാരെയും ആരാണ് വധിച്ചത്? ഹഡ്സൺ സാബിനെ, ഹഡ്സൺ സാബാണ് ആ രണ്ട് രാജകുമാരന്മാരെയും വധിച്ചത്. देखिए दिल्ली के बड़े हाकिम ഹഡ്സൺ സാബ് कैसे आदमी थे? ഡൽഹിയിലെ മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥനായ ഹഡ്സൺ സാബ് കേസെ ആദ്മി थे, എപ്രകാരമുള്ള വ്യക്തിയായിരുന്നു? ദില്ലി കെ ബഡേ ഹാക്കിം ഹഡ്സൺ സാബ് एक ക്രൂർ ആദ്മി थे. ഡൽഹിയിലെ മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥനായ ഹഡ്സൺ വളരെയധികം ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഹിന്ദുസ്ഥാനിയോം കാ ഖൂൻ കർണേ മേ ഉന്ഹേ ബഡാ മസ ആതാ ഥാ, ഭാരതീയരെ വധിക്കുന്നതിൽ ഉന്ഹേ ബഡാ മസ ആതാ ഥാ, അദ്ദേഹം വളരെയധികം ആനന്ദം കണ്ടെത്തിയിരുന്നു. मिर्शा गालिब की डायरी के शेष भाग से परिचित होने के लिए अगले क्लास में हम फिर मिलेंगे. മിർഷ ഗാലിബിന്റെ ഡയറിയുടെ അവശേഷിക്കുന്ന ഭാഗം പരിചയപ്പെടുവാനായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.